ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നൊരു നല്ലൊരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നല്ല മലബാർ ബീഫ് ബിരിയാണി ഇഷ്ടപ്പെടാത്തവർ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഞ്ചി, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി, പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു പോകരുത്. ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മസാലകൾ അതൊന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നല്ല ഹോം മെയ്ഡ് ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈര് കേട്ടോ. ഒരു ചെറിയൊരു കപ്പ് തൈര് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ലെമൺ, ചെറിയൊരു ലെമൺ, അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ പകുതി ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി, അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. തവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് മല്ലിയില, പുതിനയില നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരുപാട് ഫ്ലെയിമിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ചെറിയ ബ്രൗൺ കളർ ആയി മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് അതിലേക്ക് തന്നെ മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്ക മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും കരിഞ്ഞു പോകാതെ പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി വെക്കാം. നമുക്കിനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ സ്ലിമ്മായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവോള ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡൊക്കെ കരിഞ്ഞു പോകും. എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ ആകുന്നതിന് വേണ്ടിയിട്ട് നന്നായി തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സവോള അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അത് എല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, ബേ ലീഫ്, കറുവപ്പട്ട എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഒന്ന് അടുപ്പത്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും വെന്ത് വരുമ്പോഴത്തേന് ബീഫും വെന്ത് വരണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുക്കറിൽ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 6-7 വിസിലടിപ്പിക്കുന്നുണ്ട്. നമ്മൾ അരി വേവിക്കാൻ വെച്ച പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് നമ്മൾ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള, അതായത് ദമ്മിടാനും കൂടെ പറ്റുന്ന
പാത്രം വേണം. അപ്പോൾ ചോറ് വേവാൻ ആ പാത്രം തികയില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുപ്പമുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് അധികം നിൽക്കണം. പിന്നെ നമ്മൾ ഫ്രൈ വെച്ചിരിക്കുന്ന സവോള അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബസുമതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ബസുമതി റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചോറും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടിയാണ്. ഓക്കെ, അതിലേക്ക് അതിന് മുമ്പായിട്ട് നമ്മൾ ബീഫ് ഒന്ന് തിളപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവോളയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ നല്ലതാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത ചോറ് വേവിച്ച പാത്രത്തിലേക്ക് തന്നെ ദമ്മിടാന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ ബീഫ് ചാറോട് കൂടി ബീഫ് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി പുതിന ഇല എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഈ പറഞ്ഞ പോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ 1/4 ഭാഗം റൈസ് ബീഫിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക. ഒന്ന് അമർത്താനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയതിന് മാത്രം മതിയാവും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് മല്ലി പുതിന എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള അതിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുക്കുക. പിന്നെ നമ്മുടെ കാഷ്യൂനട്ട്, മുന്തിരി ഇവ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, മുന്തിരി, സവോള എന്നിവ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ടൈം നമ്മുടെ ബിരിയാണി റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കി ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിൽ നിന്ന് നമ്മുടെ ബീഫും ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ മസാല ചോറിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക നന്നായിട്ടൊന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിച്ചേക്കണം. ഓക്കെ, താങ്ക് യു.